Hello friends, welcome back to Technique Malayalam. In our unboxing ചെയ്യാൻ പോകുന്നത് ടെക്നോ എന്ന് പറയുന്ന ബ്രാൻഡിന്റെ ഏറ്റവും പുതിയ ബഡ്ജറ്റ് സ്മാർട്ട് ഫോൺ ആയ ടെക്നോ പോവ 5 Pro. അപ്പോൾ ഒരു പോവ സീരീസ് നല്ല ബഡ്ജറ്റ് ഡിവൈസസ് ഇറക്കുന്ന ഒരു സീരീസ് ആണ്. അപ്പോൾ അവർക്ക് മൾട്ടിപ്പിൾ സീരീസ് ഉണ്ട്, കാമോൺ ഉണ്ട്, അതേപോലെ പോവ ഉണ്ട്, വേറെ സീരീസസ് ഉണ്ട്. അപ്പോൾ പോവ സീരീസിലെ മറ്റൊരു ബഡ്ജറ്റ് ഡിവൈസ് ആണ് ടെക്നോ പോവ 5 Pro. അപ്പോൾ അതിന്റെ ബോക്സ് പാക്കേജ് നമുക്ക് അയച്ചു തന്നിരിക്കുകയാണ്. വലിയൊരു ബോക്സ് പാക്കേജ് ആണ്. ഇത് ആക്ച്വലി റീറ്റെയിൽ ബോക്സ് അല്ല, പക്ഷേ ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിനകത്ത് ബാക്കിൽ ഒരു ആർക്ക് ഇന്റർഫേസ്, ലൈറ്റ് ഉള്ള ഗ്ലോ ചെയ്യുന്ന ഒരു ആർക്ക് ഇന്റർഫേസ് ആണ്. അപ്പോൾ അതേ ഇന്റർഫേസ് ആണ് ഇവിടെയും കൊടുത്തിരിക്കുന്നുണ്ടല്ലേ. അപ്പോൾ അതിനെ സംബന്ധിച്ചാണ് ഈ ബോക്സും കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഞാൻ കാണിച്ചു തരാം. ഇത് കണ്ടോ, ഇവിടെ ഒരു ലൈറ്റ് കാണുന്നുണ്ടാവും. ഈ ലൈറ്റാണ് ഡിവൈസിൻ്റെ അതേ ലൈറ്റ് തന്നെയാണ് ഈ ബോക്സിലും കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ആ ബോക്സിൻ്റെ ലൈറ്റ്, ഡിവൈസിൻ്റെ ലൈറ്റ് ഇവിടെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ബോക്സ് ഇവിടെ നമുക്ക് കണ്ടോ ലൈറ്റ് കണ്ടാവും. പല കളേഴ്സിലാണ് ഗ്ലോ ചെയ്യുന്നത്. അപ്പോൾ ഇതേ ഒരു ഇൻ്റർഫേസ് തന്നെയാണ് ഡിവൈസിലും വരുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഡിസൈൻ തന്നെയാണ് ഈ ബോക്സിലും കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ അൺബോക്സിംഗ് ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ പ്രൈസിങ് നമുക്കറിയില്ല. ഇത് ഓഗസ്റ്റ് 11 ഇന്ത്യയിൽ ലോഞ്ച് ആവുന്നത്. നല്ല ഒരു ഹാർഡ്വെയർ ഒക്കെയാണ് വരുന്നത്. അപ്പോൾ ഹാർഡ്വെയർ എന്തൊക്കെയാണ് നമുക്ക് വഴിയെ പറയാം. അൺബോക്സിംഗിലേക്ക് കിടക്കാം. അതിന് മുമ്പായിട്ട് ഈ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യുക. അതേപോലെ തന്നെ ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ കൂടെ ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് അൺബോക്സിംഗിലേക്ക് കിടക്കാം. അപ്പോൾ ഇതാണ് ബോക്സ് പാക്കേജ്. കണ്ടില്ലേ, 2 ക്യാമറ ലേ ഔട്ട്, അതേപോലെ തന്നെ LED ഫ്ലാഷ്. ഇത് ഫോണിൻ്റെ ബാക്ക് സൈഡിൽ അതേ ഡിസൈൻ തന്നെ ഈ ബോക്സിലും കൊടുത്തിരിക്കുന്നത്. ഞാൻ ലൈറ്റ് ഒന്നുകൂടി കാണിച്ചു തരാം. അതുണ്ടല്ലേ, പല കളേഴ്സായിട്ട് ഗ്ലോ ചെയ്യുന്ന ലൈറ്റാണ്. ഇതേപോലെ തന്നെയാണ് ഡിവൈസിൻ്റെ കളേഴ്സും വരുന്നത്. 7 കളേഴ്സാണ് വരുന്നത്. അപ്പോൾ ഇതേ സ്റ്റൈൽ തന്നെയാണ് വരുന്നത്. അപ്പോൾ തുറക്കുമ്പോൾ നമുക്ക് ഇതിനകത്ത് ഫോൺ കാണാം. അതിനൊപ്പം തന്നെ ഓഗസ്റ്റ് 11 ആണ്. ആർക്ക് ഇൻ്റർഫേസ് ബൈ പോവ, അതാണ് ഇതിൻ്റെ പേര്. ഹാഷ്ടാഗും ഡിസ്കവർ ദ ലൈറ്റ് പോവ 5 Pro 5G നീതിയാണ്. പിന്നെ നമുക്ക് ബോക്സാണ് വരുന്നത്. ആക്ച്വൽ ഫോണിൻ്റെ ബോക്സാണ് ഇത്. നമുക്ക് പുറത്തേക്ക് എടുത്ത് വയ്ക്കാം. അപ്പോൾ ഇത്രയും ആണ് നമ്മളെ ഇൻവൈറ്റിൽ വരുന്നത്. അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് മാറ്റി വയ്ക്കാം. ഇനി ഫോണിലേക്ക് നമുക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാം. ഇതാണ് ടെക്നോ പോവ 5 Pro 5G നീതിയാണ്. വീണ്ടും തന്നെ ആർക്ക് ഇൻ്റർഫേസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി ബോക്സിൻ്റെ ബാക്കിൽ നമുക്ക് 68 വാട്ട് അൾട്രാ ചാർജ് വരുന്നുണ്ട്. 5000 mAh ബാറ്ററി, മീഡിയ ടെക്കിൻ്റെ ഡിമെൻസിറ്റി 6080 പ്രോസസ്സർ, 120 Hz റിഫ്രഷ് റേറ്റ്, ഫുൾ HD ഡോട്ട് ഇൻ ഡിസ്പ്ലേ, 50 MP AI ക്യാമറ. ബാക്കിയുള്ള ഡീറ്റെയിൽസ് ഇതിന് ഞാൻ വഴി അൺബോക്സ് ചെയ്യുമ്പോൾ പറയാം. അപ്പോൾ ബോക്സ് പെട്ടെന്ന് തന്നെ തുറക്കാം. ബോക്സ് തുറക്കുമ്പോൾ തന്നെ നമുക്കിവിടെ ടെക്നോ പോവ 5 Pro കാണാം. ഒന്ന് മാറ്റി വയ്ക്കാം. എന്നിട്ട് ബോക്സിനകത്ത് ബാക്കി എന്തൊക്കെയാണ് വരുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്കിവിടെ കിട്ടുന്ന ഒരു കേസാണ്. കേസ് ഒന്ന് പുറത്തേക്ക് എടുക്കാം അല്ലേ. ഒരു കേസും പിന്നെ ടെക്നോൻ്റെ വാറൻറ്റി ഇൻഫർമേഷനാണ്. 12 months വാറൻറ്റിയാണ് കൊടുത്തിരിക്കുന്നത്. അതേപോലെ തന്നെ ഒരു ക്വിക്ക് യൂസർ മാനുവലാണ് വരുന്നത്. ബാക്കി ഡീറ്റെയിൽസ് എല്ലാം ഇതിനകത്തുണ്ട്. പിന്നെ ഒരു ഇതുണ്ടല്ലേ, കേസിലും അതേ ലൈറ്റിൻ്റെ പോലെ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഒരു TPU കേസാണ്. പിന്നെ 68 വാട്ട് അഡാപ്റ്ററാണ്. ഈ സെഗ്മെൻറ്റ് ഫസ്റ്റ് എന്ന് വേണമെങ്കിൽ പറയാം. 68 വാട്ട് ചാർജിങ് ഈ സെഗ്മെൻറ്റിൽ ഇതുവരെ മുമ്പിനില്ല. പ്രോബ്ലി ഒരു 15,000 രൂപയ്ക്ക് താഴെ എന്നാണ് ഞാൻ സെഗ്മെൻറ്റ് എന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത്. കാരണം ഈ ഡിവൈസ് 15,000 rupees താഴെ വരാനാണ് ചാൻസ്. അപ്പോൾ ആ സെഗ്മെൻറ്റിൽ ആദ്യമായിട്ടാണ് 68 വാട്ട് ചാർജിങ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ സെഗ്മെൻറ്റ് ഫസ്റ്റ് നമുക്ക് പറയാം. അപ്പോൾ നല്ലൊരു ഫാസ്റ്റ് ചാർജിങ് ഈ സെഗ്മെൻറ്റിൽ വന്നു എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ടെക്നോ അത് നല്ലൊരു കാര്യമാണ് ഡെഫിനറ്റ്ലി കൊടുത്തിരിക്കുന്നത്. ഇതിനകത്തൊരു സിം ഇജക്ടർ പിന്നും അതേപോലെ ഒരു USB Type A to Type C ചാർജിങ് കേബിളാണ് വരുന്നത്. അപ്പോൾ ഇത്രയാണ് ബോക്സിനകത്ത് വരുന്നത്. ഇനി നമുക്ക് ഡിവൈസ് ഒന്ന് ബൂട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ ഫോൺ ബൂട്ട് ചെയ്തിരിക്കുകയാണ്. ഇതാണ് ടെക്നോ പോവ 5 Pro. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഡിസൈൻ ലാംഗ്വേജ് നോക്കാം. ഇവിടെ നമുക്ക് ഒരു ഫ്ലാറ്റ് സൈഡ് പാനലാണ്. ഇവിടെ സിം ട്രേ കാണാം. അതേപോലെ തന്നെ റൈറ്റ് സൈഡിൽ പവർ ബട്ടണും വോളിയം കീസുമാണ് വരുന്നത്. പവർ ബട്ടൺ തന്നെയാണ് ഫിംഗർ പ്രിൻറ്റ് സ്കാനറായിട്ട് ആക്ട് ചെയ്യുന്നത്. ഇവിടെ നമുക്ക് സ്പീക്കർ കാണാം. താഴത്ത് നമുക്ക് USB Type C പോർട്ടും അതേപോലെ 3.5mm ഓഡിയോ ജാക്കും ഒരു സ്പീക്കർ യൂണിറ്റും കാണാം. പിന്നെ ബാക്കിൽ ഇതാണ് ഇതിൻ്റെ ഹൈലൈറ്റ്. ഇവിടെ കണ്ടില്ലേ, പോവ ഇൻ്റർഫേസ് കണ്ടില്ലേ. ഇവിടെ ഇങ്ങനെ ഒരു സ്ക്വയറിഷ് അല്ല, ഒരു ഡിഫറെൻറ്റ് പാറ്റേണിൽ ക്യാമറ യൂണിറ്റ്. ഡ്യുവൽ ക്യാമറയാണ്, 50 MP ഡ്യുവൽ ക്യാമറ. പിന്നെ ഇവിടെ ഒരു ഇത് കാണാം. ഇതിന് നടുക്കും ലൈറ്റ് ഉണ്ട്. പിന്നെ ഇതാണ് ലൈറ്റിൻ്റെ പാറ്റേൺ വരുന്നത്. അപ്പോൾ ലൈറ്റിൻ്റെ പാറ്റേൺ ഞാൻ ജസ്റ്റ് ഒന്ന് വളരെ ക്വിക്കായിട്ടൊന്ന് കാണിച്ചു തരാം. ഇത് ചാർജിങ് ചെയ്യുമ്പോഴാണ് കാണുന്നത് ആക്ച്വലി. അല്ലെങ്കിൽ നമ്മൾ ഒരു കോൾ എടുക്കുമ്പോഴോ ഇൻകമിങ് കോളോ എന്തെങ്കിലും നോട്ടിഫിക്കേഷൻ വന്നാലേ ഉള്ളൂ. ഇപ്പോൾ നമ്മൾ സിം ഇടാത്തതുകൊണ്ട് നമ്മൾ കോൾ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അത് കാരണം ഞാൻ ഇത് ചാർജിങ് ചെയ്ത് കാണിച്ചു തരാം. ഇതല്ലേ, ഇപ്പോൾ ലൈറ്റ് ഗ്ലോ ചെയ്യുന്ന കാണാം നിങ്ങൾക്ക്. 3 തവണ ലൈറ്റ് ഗ്ലോ ചെയ്യും. അതേപോലെ തന്നെ ജസ്റ്റ് ഒന്നുകൂടെ ക്ലോസറായിട്ട് കാണിച്ചു തരാം. കണ്ടില്ലേ, ആ ലൈറ്റ് ഗ്ലോ ചെയ്യുന്നുണ്ടോ? ഇവിടെ ഉണ്ട് ആ ലൈറ്റ്. അതേപോലെ തന്നെ ഇവിടുന്ന് മുഴുവനുണ്ട്. അപ്പോൾ ഇതാണ് ആർക്ക് ഇൻ്റർഫേസ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു സ്റ്റൈലിഷ് ഇൻ്റർഫേസ് ആണ് നമുക്ക് ഡെഫിനറ്റ്ലി പറയാം. കുറച്ചൊരു എന്താ പറയുക, വയർലെസ് ചാർജിങ്ങിൻ്റെയൊക്കെ ഒരു രൂപം പോലെ ഉള്ള വരുന്ന ഒരു ഇൻ്റർഫേസ് ആണ്. ഇതുണ്ടല്ലേ, നല്ലൊരു ഇൻ്റർഫേസ് ആണ് ഡെഫിനറ്റ്ലി പറയാം. പിന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ സ്റ്റൈലിംഗ് എങ്ങനെയുണ്ട് നിങ്ങൾ പറയൂ. നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ പോസ്റ്റ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തൊക്കെയാണ്. കുഴപ്പമില്ലാത്തൊരു ഇൻ്റർഫേസ് ആയിട്ട് എനിക്ക് തോന്നി. ഡിസൈനായിട്ട് എനിക്ക് തോന്നി. നല്ല ഒരു ഇൻഹാൻഡ് ഫീലൊക്കെ ഉണ്ട്. പക്ഷേ തിക്നെസ് കുറച്ച് അധികം ഉണ്ട്. അറൗണ്ട് 9 mm ഉണ്ട് തിക്നെസ്. ഇനി ഡിവൈസിൻ്റെ ഡിസ്പ്ലേയിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ കിട്ടുന്നത്
ഒരു ഫുൾ HD റെസൊല്യൂഷൻ ഡിസ്പ്ലേ ആണ്. 120 Hz ആണ് സപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഇതൊരു ലാർജ് ഡിസ്പ്ലേ ആണ്. അപ്പോൾ നമുക്ക് ഡിസ്പ്ലേ സെറ്റിങ്സിലേക്ക് ഒന്ന് പോകാം. ഡിസ്പ്ലേ ആൻഡ് ബ്രൈറ്റ്നസ്സിൽ പോയി കഴിഞ്ഞാൽ നമുക്കിവിടെ സ്ക്രീൻ റിഫ്രഷ് റേറ്റ് കണ്ടോ 120 Hz ആണ് ഞാൻ സെറ്റ് ചെയ്തിരിക്കുന്നത്. 90-60 അല്ലെങ്കിൽ ഓട്ടോ സ്വിച്ച് ഉണ്ട്. അപ്പോൾ ഡിസ്പ്ലേ 120 Hz ആണ്. അതേപോലെ തന്നെ നമുക്ക് പഞ്ച് ഹോൾ സെൽഫി ക്യാമറയാണ്, ഒരു 16 MP പഞ്ച് ഹോൾ സെൽഫി ക്യാമറയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നല്ലൊരു ക്വാളിറ്റി ഡിസ്പ്ലേ എന്ന് പറയുന്നത്, നല്ലൊരു ടച്ച് റെസ്പോൺസ്. അതേപോലെ തന്നെ കളേഴ്സ് വളരെ വൈബ്രൻ്റ് ആയിട്ട് എനിക്ക് തോന്നി. പൊതുവേ ഈ പ്രൈസ് സെഗ്മെൻറ്റിലൊന്നും ഇത്രയ്ക്ക് വൈബ്രൻ്റ് ആയ കളേഴ്സ് വരാറില്ല. അപ്പോൾ നല്ലൊരു വൈബ്രൻറ്റ് കളേഴ്സാണ് വരുന്നത്. അപ്പോൾ ഈവൻ IPS LCD പാനലായിട്ട് പോലും നല്ലൊരു ഡിസ്പ്ലേ ക്വാളിറ്റിയാണ് പറയുക. നല്ല ടച്ച് റെസ്പോൺസുമാണ് വരുന്നത്. ഈവൻ മൾട്ടിമീഡിയ എക്സ്പീരിയൻസ് ഒക്കെ തന്നെ നല്ലൊരു വിവിഡ് ആൻഡ് പഞ്ചി കളേഴ്സാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഓവറോൾ ഡിസ്പ്ലേ ക്വാളിറ്റി എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇനി ഇതിൻ്റെ സോഫ്റ്റ്വെയർക്ക് വേണമെങ്കിൽ നമുക്ക് ഇവിടുന്ന് HiOS ആണ് വരുന്നത്. ഇതുണ്ടല്ലേ, നമുക്ക് ഐഫോണിൽ പോയി കഴിഞ്ഞാൽ HiOS 13.1 ആണ് വരുന്നത്. ടെക്നോ പോവ 5 Pro. ആൻഡ്രോയിഡ് 13 ആണ് ഔട്ട് ഓഫ് ദ ബോക്സ് വരുന്നത്. ഡിമെൻസിറ്റി 6080 ചിപ്പാണ് വരുന്നത്. 16 MP ക്യാമറ, 50 MP AI ഡ്യുവൽ ക്യാമറയും, 8+128 ആണ്. നമുക്ക് എക്സ്പാൻഡബിളും ആണ്. റാം അപ് ടു 8 GB വീണ്ടും എക്സ്പാൻഡ് ചെയ്യാം. 5000 mAh ബാറ്ററി, പിന്നെ ഫുൾ HD റെസൊല്യൂഷൻ ഡിസ്പ്ലേ ആണ് കൊടുത്തിരിക്കുന്നത്. ഇനി പ്രോസസ്സറിൻ്റെ കാര്യം പറയുമ്പോൾ ഡിമെൻസിറ്റി 6080 നല്ല ഒരു ചിപ്പാണ്. കാരണം ബഡ്ജറ്റ് സെഗ്മെൻറ്റ് ഇത് ആക്ച്വലി ഒരു പഴയ റീബ്രാൻഡഡ് ചിപ്പാണ്, എങ്കിലും നല്ലൊരു എക്സ്പീരിയൻസ് ആണ് കാഴ്ചവെക്കുന്നത്. കാര്യമായി ഹീറ്റിംഗ് ഇഷ്യൂസോ അങ്ങനത്തെ ഒന്നുമില്ല, ലാഗ് ഒന്നും തന്നെ ഞാൻ നോട്ടീസ് ചെയ്തില്ല. നല്ലൊരു സ്മൂത്ത് എക്സ്പീരിയൻസ് ആണ് ഓവറോൾ. ബഡ്ജറ്റ് സെഗ്മെൻറ്റിൽ വേണ്ട ഒരു എക്സ്പീരിയൻസ് ഡെഫിനറ്റ്ലി നമുക്ക് കിട്ടുമെന്നുള്ളൊരു സംശയമില്ല. ഇത് ഈ ചിപ്പ് വെച്ച് ഇറങ്ങിയ വേറെയും കുറേ ഡിവൈസസും ഉണ്ട് ഈ പ്രൈസ് സെഗ്മെൻറ്റിൽ. അറൗണ്ട് 11,000 to 12,000 13,000 റുപ്പീസിനൊക്കെ വരുന്ന ഒരു നല്ല ബഡ്ജറ്റ് ചിപ്പാണ്. പിന്നെ 8 GB റാം ഉണ്ട്. അതേപോലെ തന്നെ 128 GB സ്റ്റോറേജും ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ ആ കാര്യത്തിലൊന്നും തന്നെ പ്രശ്നങ്ങളൊന്നുമില്ല പറയാം. പിന്നെ ഫിംഗർ പ്രിൻറ്റ് സ്കാനർ സൈഡ് മൗണ്ടഡ് ആണ്. അതേപോലെ തന്നെ നമുക്ക് ഡ്യുവൽ സിം കാർഡ് സപ്പോർട്ടും 5G സപ്പോർട്ടും ഉണ്ട്. പിന്നെ ഹൈറസ് ഓഡിയോ സപ്പോർട്ടും ഉണ്ട്, അതും കൊടുത്തിട്ടുണ്ട്. സർട്ടിഫിക്കേഷൻ ഉണ്ട്. അപ്പോൾ നല്ല ഒരു സൗണ്ട് എക്സ്പീരിയൻസ് നമുക്ക് ഇതിൽ കിട്ടുന്നുള്ളതിൽ ഒരു സംശയമില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ പെർഫോമൻസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ. ഇനി സോഫ്റ്റ്വെയറിലേക്ക് പോകുകയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ iOS 13.1 ആണ് വരുന്നത്. ആൻഡ്രോയിഡ് 13 ആണ്. ഇനി ആപ്സിൻ്റെ സീൻ എങ്ങനെയാണ് നോക്കാം. അപ്പോൾ ഇവിടെ നമുക്ക് കാണാം കുറച്ച് അഡീഷണൽ ആപ്സ് ഇപ്പോൾ പ്രീ ഇൻസ്റ്റാൾ ആണ്. വിഷ പ്ലെയർ ഉണ്ട്, WPS ഓഫീസ് ഉണ്ട്, അതേപോലെ സ്പോട്ടിഫൈ, സ്നാപ്ചാറ്റ്. എന്നാലും റിലേറ്റീവ്ലി കുറവാണ് കേട്ടോ. ബ്ലോട്ട്വെയർസിൻ്റെ സീൻ എന്ന് പറയുന്നത് റിലേറ്റീവ്ലി കുറവ്. അതെനിക്ക് ഇഷ്ടപ്പെട്ടു. റിലേറ്റീവ്ലി കുറവ് ബ്ലോട്ട്വെയർസേ കൊടുത്തിട്ടുള്ളൂ എന്നുള്ളത് നല്ലൊരു കാര്യമാണ്. കാരണം ഇപ്പോൾ നമുക്കറിയാമല്ലോ ഒരുപാട് ഫോൺസ് ബ്ലോട്ട്വെയർസ് ഷിപ്പ് ചെയ്യുന്നുണ്ട്. അത് വെച്ച് നോക്കുമ്പോൾ ഇത് എനിക്ക് തോന്നുന്നു നല്ലൊരു എക്സ്പീരിയൻസ് ആയിട്ടാണ് തോന്നുന്നത്. iOSൻ്റെ ഇതുണ്ടല്ലേ, നോട്ടിഫിക്കേഷൻ കൺട്രോളും ടോഗിൾസൊക്കെ ഉണ്ടല്ലേ, അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു ഡെഫിനറ്റ്ലി ഒരു ഭംഗിയുള്ള ഇൻ്റർഫേസാണ് നമുക്ക് ഡെഫിനറ്റ്ലി പറയാം. അപ്പോൾ കാര്യമായ കുഴപ്പങ്ങളൊന്നുമില്ലാത്ത ഒരു നല്ല ഇൻ്റർഫേസാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതാണ് സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് പറയുന്നത്. ഇനി നമുക്ക് ക്യാമറയിലോട്ട് പോകാം. അപ്പോൾ നമുക്കിവിടെ ഒരു ഡ്യുവൽ 50 MP ക്യാമറയാണ് വരുന്നത്. 50+ പോർട്രേറ്റ് സെൻസറാണ്. ഒരു 16 MP പഞ്ച് ഹോൾ സെൽഫി ക്യാമറയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതാണ് ക്യാമറേൻ്റെ ഒരു ആസ്പെക്റ്റ് പറയുന്നത്. ഇനി നമുക്ക് ക്യാമറ UI നോക്കാം. അപ്പോൾ അതുണ്ടല്ലേ, AI ക്യാം, ബ്യൂട്ടി, പോർട്രേറ്റ് മോഡ്, സൂപ്പർ നൈറ്റ് മോഡ്, ഇത്രയാണ് വരുന്നത്. ഇനി വീഡിയോ റെക്കോർഡിങ്ങിൽ പോവുകയാണെങ്കിൽ 1080p 60/30, പിന്നെ 2K 30 FPS ഉണ്ട്. പൊതുവേ ഒട്ടുമിക്ക ഫോൺസിലും ഈ പ്രൈസ് സെഗ്മെൻറ്റിൽ 1080p 60 FPS പോലും വരാറില്ല. പക്ഷേ ഇവിടെ നമുക്ക് 2K 30 FPS വരെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊരു ഡെഫിനറ്റ്ലി നല്ല ഫീച്ചറായിട്ട് പറയാം. ഇനി നമുക്ക് കുറച്ച് ക്യാമറ സാമ്പിൾസ് കൂടി കാണാം. ഇതെല്ലാം ടെക്നോ പോവ 5 Pro എന്ന് പറയുന്ന ക്യാമറ സാമ്പിൾസാണ്. അപ്പോൾ എനിക്ക് കുഴപ്പമില്ലാത്ത ഒരു ക്യാമറയായിട്ട് തോന്നി. ബഡ്ജറ്റ് സെഗ്മെൻറ്റിൽ നിങ്ങൾക്ക് അത്യാവശ്യം ഭേദപ്പെട്ട രീതിയിൽ കളേഴ്സും അതേപോലെ ഡീറ്റെയിൽസും ഒക്കെ വരുന്നുണ്ട്. ഈവൻ സെൽഫി ക്യാമറയാണെങ്കിൽ കുഴപ്പമില്ല. അപ്പോൾ ഓവറോൾ എനിക്ക് തോന്നുന്നു ബഡ്ജറ്റ് സെഗ്മെൻറ്റിൽ ഒരു നല്ലൊരു ക്യാമറ എക്സ്പീരിയൻസ് ആണ് വരുന്നത്. കുറച്ചൊരു സാച്ചുറേറ്റഡ് ആണ് ഇമേജസ്, എങ്കിലും ബഡ്ജറ്റ് സെഗ്മെൻറ്റിൽ എനിക്ക് തോന്നുന്നു അത് വലിയൊരു പ്രോബ്ലം അല്ല. അപ്പോൾ ഓവറോൾ ക്യാമറ സാമ്പിൾസ് എനിക്ക് ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു ഈ ക്യാമറയെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് സെക്ഷനിൽ പോസ്റ്റ് ചെയ്യാവുന്നതാണ്. ഇനി ഇതിനകത്ത് വരുന്ന 5000 mAh കപ്പാസിറ്റി ബാറ്ററിയാണ്. സെഗ്മെൻറ്റ് ഫസ്റ്റ് 68 watt ചാർജിങ് ആണ് വരുന്നത്. അപ്പോൾ അതും നല്ലൊരു ഫീച്ചറാണ്. 5000 mAh കപ്പാസിറ്റി ബാറ്ററി ഉണ്ടാവുകൊണ്ട് തന്നെ നമുക്കറിയാം അത്യാവശ്യം നല്ല ഒരു എക്സ്പീരിയൻസ് ഒബ്വിയസ്ലി കിട്ടുന്നതാണ്. ഒരു മോർ ദാൻ എ ഡേ ഒക്കെ ഈസിലി കിട്ടുന്നതാണ്. പിന്നെ 68 watt ചാർജിങ് ഈ സെഗ്മെൻറ്റിൽ ആദ്യം ആയതുകൊണ്ട് തന്നെ ചാർജിങ് ടെസ്റ്റ് ചെയ്യാണ്ട് അറിയാൻ പറ്റില്ല എനിക്ക് എത്ര ടൈം എടുക്കും. അറൗണ്ട് 40-45 minutes ആണ് എടുക്കേണ്ടതെന്ന് എനിക്ക് തോന്നുന്നു. അറൗണ്ട് ലെസ് ദാൻ 50 minutesനകത്ത് തീരേണ്ടതാണ്. അപ്പോൾ അതും നല്ല ഒരു ആസ്പെക്റ്റ് ആയിട്ട് ഡെഫിനറ്റ്ലി പറയാവുന്നതാണ്. അപ്പോൾ ബാറ്ററി ലൈഫും നല്ലതായിട്ട് എനിക്ക് തോന്നി. പിന്നെ ഇതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ആസ്പെക്ട് ഇതിൻ്റെ ഡിസൈനാണ്. നേരത്തെ പറഞ്ഞ പോലെ ഈ ആർക്ക് ഇൻ്റർഫേസ് ആണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റിംഗ് ആസ്പെക്ട് കണ്ടില്ലേ. ആർക്ക് ഇൻ്റർഫേസ്, ആ ലൈറ്റും കൂടെ ഗ്ലോ ചെയ്യുമ്പോൾ ആ ലൈറ്റിൻ്റെ അഡീഷണൽ ഫീച്ചേഴ്സും കൂടി ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ നമുക്കിവിടെ സെറ്റിങ്സിൽ പോയി കഴിഞ്ഞാൽ ഇവിടെ അഡീഷണൽ സ്പെഷ്യൽ ഫംഗ്ഷൻ ഉണ്ട്. അതിനകത്ത് ബാക്ക് ലൈറ്റ് എഫക്ട്സ് ഇത് ടേൺ ഓൺ ചെയ്യണം. അപ്പോൾ ഇൻകമിങ് കോൾസിൽ നിങ്ങൾക്ക് എങ്ങനെ വേണം ഇതുണ്ടല്ലേ,
ലൈറ്റ് എങ്ങനെ, ഇതാണ് ആക്ച്വൽ ലൈറ്റ്, ഇത് എങ്ങനെ ഗ്ലോ ചെയ്യുന്നുള്ളത് നിങ്ങൾക്ക് ഇവിടെ സെറ്റ് ചെയ്യാവുന്നതാണ്. കണ്ടില്ലേ, പല രീതിയിൽ നമുക്ക് സെറ്റ് ചെയ്യാവുന്നതാണ്. അതേപോലെ തന്നെ ഇൻകമിങ് കോൾസ്, പിന്നെ എന്താ പറയുക സ്റ്റാർട്ടപ്പ്, നോട്ടിഫിക്കേഷൻ എങ്ങനെയാണ് വേണ്ടത് കണ്ടില്ലേ, പല കളേഴ്സിൽ വരും. 7 കളേഴ്സാണ് ആക്ച്വലി ഉള്ളത്. ഗെയിമിങ്, ചാർജിങ് ആണ് ഞാൻ നേരത്തെ കാണിച്ചത്. അതേപോലെ തന്നെ എനിക്ക് മ്യൂട്ട് വേണമെങ്കിൽ ചെയ്യാവുന്നതാണ് തിരിച്ചു വെക്കുമ്പോൾ. ലൈറ്റ് എഫക്റ്റ്, ഡ്യൂറേഷൻ എപ്പോഴൊക്കെയാണ് വേണ്ടത്, ഇങ്ങനത്തെ ഓപ്ഷൻസ് ആണ് വരുന്നത്. പിന്നെ പാട്ട് കേൾക്കുമ്പോഴും ഇതിങ്ങനെ ഒരു ഡിഫറെൻറ്റ് രീതിയിൽ നമുക്ക് എന്താ പറയുക ഒരു എക്സ്പീരിയൻസ് കൂടെ കിട്ടുന്നുണ്ട്. അപ്പോൾ അത് നമുക്കിവിടെ സ്പെഷ്യൽ ഫംഗ്ഷനിൽ പോയി കഴിഞ്ഞാൽ ചെയ്യാവുന്ന ഒരു ഓപ്ഷൻ കൂടിയാണ്. അപ്പോൾ ഇത്രയായിരുന്നു ഇതായിരുന്നു ടെക്നോ പോവ 5 പ്രോൻ്റെ അൺബോക്സിങ് ഹാൻഡ്സ് ഓൺ വീഡിയോ. അപ്പോൾ ഈ ഡിവൈസിൻ്റെ വില അറൗണ്ട് 13,000 to 14,000 റുപ്പീസ് ആയിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. വില എനിക്ക് അറിയില്ല, അൺബോക്സ് ചെയ്യുന്ന സമയത്ത് വില അനൗൺസ് ചെയ്തിട്ടില്ല. അറൗണ്ട് ആ പ്രൈസ് ആയിരിക്കും തോന്നുന്നത്. അപ്പോൾ ടെക്നോ ക്യാമോൺ 20 സീരീസ് ഒക്കെ നല്ല പ്രൈസിങ്ങിലാണ് കൊണ്ടുപോകുന്നത്. അപ്പോൾ അത് വെച്ച് നോക്കുകയാണെങ്കിൽ ഇതും നല്ലൊരു പ്രൈസിങ് വരാൻ ചാൻസ് ഉണ്ട്. നല്ലൊരു ബഡ്ജറ്റ് ഡിവൈസായിട്ട് നമുക്ക് ഇതിനെ കൺസിഡർ ചെയ്യാവുന്ന ഒരു ഓപ്ഷനാണ്. അപ്പോൾ പ്രൈസിങ് August 11th അനൗൺസ് ചെയ്യുന്നത്. അപ്പോൾ ബാക്കിയുള്ള വീഡിയോസ് വഴിയേ നമ്മൾ ചെയ്യുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നിരിക്കുന്നു. ഈ ഡിവൈസിൻ്റെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ പോസ്റ്റ് ചെയ്യാം. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു, ഡിവൈസ് എന്തായിരിക്കും ഇതിൻ്റെ പ്രൈസ് എന്നുകൂടി നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ പോസ്റ്റ് ചെയ്യാം. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതേപോലെ തന്നെ ബെൽ ഐക്കോൺ ക്ലിക്ക് ചെയ്യുമ്പോൾ എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ കൂടെ ലഭിക്കുന്നതാണ്. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. ഹോപ്പ് ടു സീ ഇൻ നെക്സ്റ്റ് വീഡിയോ. ഹാവ് എ ഗ്രേറ്റ് ഡേ.